ഹലോ ഹലോ, അസ്സലാമലൈക്കും. ഞാൻ വന്നേ പരിചയപ്പെടുന്ന ഒരാളാണ് നമ്മളെ, നമുക്ക് ഇദ്ദേഹത്തൊന്ന് പരിചയം, വലിയൊരു മനസ്സിന്റെ ഒരു ഉടമയാണ്. ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നൗഷാദ് തന്നെ നമുക്ക് കേൾക്കാം. പാലപ്പെട്ടി ബീച്ചിലാണ് മൂപ്പര വീട്. കണ്ടില്ലേ, ഇവിടെയാണ് മൂപ്പര വീട്. മൂപ്പര ഒരു കാരുണ്യ പ്രവൃത്തി എന്താണെന്ന് വെച്ചാല്, മൂപ്പര വണ്ടിയുടെ ബാക്കിൽ കണ്ടങ്ങള് പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ യാത്ര. ഈ ഒരു സമയത്തൊക്കെ ഒരു ഓട്ടോ ഡ്രൈവർ എന്ന നിലയ്ക്ക് മൂപ്പര് ചെയ്യണ വലിയൊരു പ്രവൃത്തി തന്നെയാണ്. നൗഷാദേ, നിങ്ങളെ വീട് എവിടെ? വീട് പാലപ്പെട്ടി അമ്പലം ബീച്ചിലാണ്. കാരണം ഞാൻ ഈ സാഹചര്യം കണ്ടു വളർന്ന്, പാവങ്ങളുടെ സാഹചര്യം കണ്ടു വളർന്നത് കൊണ്ട് ഞാൻ ഈ തൊഴിൽ ചെയ്തു പോകണം. ഇതിലിപ്പോ ഇങ്ങനെ നിങ്ങളൊരു പാവപ്പെട്ട രോഗികൾക്കൊക്കെ സൗജന്യ യാത്ര വെച്ചാൽ എത്ര കിലോമീറ്റർ ഒക്കെയാണ്? അത് നമ്മൾ കിലോമീറ്റർ നോക്കണില്ല, രോഗി എന്താന്ന് നോക്കണില്ല, പാവപ്പെട്ടവനായാൽ മതി. അത് പൈസ നോക്കിയിട്ടല്ല, കിലോമീറ്റർ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ചിലപ്പോ തൃശ്ശൂരിക്കാരിക്കും, അല്ലെങ്കിൽ കോഴിക്കോടാവും. അതിന് മേലൊക്കെ നമുക്ക് പോവാൻ പറ്റുന്നില്ല. പോവുകയാണെങ്കിൽ അതിന് മേലൊക്കെ നമ്മൾ പോയിരിക്കും. നമ്മള് അത്രത്തോളം നമ്മൾ ചെയ്ത് കൊടുക്കണ്ടല്ലേ. അപ്പൊ ഇതിന്റെ എണ്ണക്കാശ് കാര്യങ്ങളൊക്കെ അങ്ങനെ മേടിക്കും? എണ്ണക്കാശെങ്കിലും മേടിക്കോ? അതാ ഇല്ലല്ല, അവര് തന്നു കഴിഞ്ഞാൽ ഞാൻ മേടിക്കാറില്ല. ഇപ്പൊ ഞാൻ 2-3 ടീമിനായിട്ട് തൃശ്ശൂർ പോക്കുണ്ട്. അവര് അങ്ങനെ എല്ലാ മാസം പോവും. മറ്റേ ഈ ക്യാൻസർ രോഗിയാണ്, അപ്പൊ മറ്റേ ഇതില്ലേ കീമ ചെയ്യാൻ വേണ്ടിട്ട്, അതിനുവേണ്ടി ഞാൻ പോകും. അപ്പൊ ഒരു പൈസ കാട്ടിലുണ്ട്, ഭക്ഷണമൊക്കെ മേടിച്ചു തരും. ഭക്ഷണം ഞാൻ കഴിക്കും, അല്ല പൈസ മേടിക്കലില്ല. അത്രയും പാവങ്ങളല്ലേ, നമ്മൾ മേടിക്കാൻ പാടില്ലല്ലേ. കാട്ടി കഴിഞ്ഞാൽ കാരണം മേടിക്കുന്നില്ല. നിങ്ങൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക്, ഇങ്ങനെ ഒരു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓട്ടോ ഡ്രൈവർമാർക്ക് നല്ല പൊതുവെ മന്ദഗതിയാണ്. ഓട്ടോറിക്ഷയും കാര്യങ്ങൾ ഓട്ടമൊന്നുമില്ലായിട്ട് 30 റുപ്യക്ക് ഓടുന്ന ആൾക്കാരല്ല നമ്മളൊക്കെ. അപ്പൊ നിങ്ങള് ഈ ലെവലിലേക്ക് ഇങ്ങനെ നിങ്ങളെ മനസ്സ് വരാനുള്ള കാരണം, ഇങ്ങനെ പാവപ്പെട്ട രോഗികളെ സഹായിക്കണം എന്നൊക്കെ തോന്നാനുള്ള ഒരു കാരണം എന്താണ്? ഞാൻ ഈ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോവാനായിട്ടും ഉപ്പാനായിട്ട് പോവാനായിട്ടും പൈസ ഇല്ലാതെ ഞാൻ ഈ സാഹചര്യം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്തു പോയിന്നുള്ളൂ. ഇതില് വേറൊരു ഉദ്ദേശമോ ചാരിറ്റി ആയിട്ട് എനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ളതൊന്നുമില്ല. ഏത് ഇങ്ങനെ ആരാ വരണേ, പാവപ്പെട്ടവന്. അവർക്ക് നമ്മൾ എത്രത്തോളം എവിടെയൊക്കെ പോകാൻ പറ്റണം അവിടെയൊക്കെ നമ്മൾ പോയിരിക്കും. പിന്നെ നിങ്ങള് വീട്ടില് ആരൊക്കെ ഉണ്ട്? വീട്ടിലിപ്പോ ഭാര്യ, വാപ്പ, 2 മക്കള്. ഞാൻ താമസിക്കുന്ന പാലപ്പെട്ടി ബീച്ചില് ഓല മേഞ്ഞ പെരയിലാണ് വീട്ടിലാണ്. ഇപ്പൊ പഞ്ചായത്തിന്റെ പൈസ കിട്ടിയിട്ട് ചെറുമാതിരി റോഡിട്ട് തേപ്പൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. എന്നാലും നമ്മള് മറ്റുള്ളതല്ലേ നോക്കുകയാണ്. പലരും നമ്മളെ വിമർശിക്കുന്നുണ്ട്, നീ എന്തിനത് ചെയ്യുന്നത്, നിനക്ക് എന്തെങ്കിലും മറ്റുള്ളവര് ഇതില് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അവർക്ക് മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഏത് നമുക്ക് ഇങ്ങനത്തെ സാഹചര്യം, ഈ ചോദിക്കുന്നവർക്ക് ഇങ്ങനത്തെ സാഹചര്യം വരുത്തല്ലേ, റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. ഞാൻ ഒരാൾക്ക് ഈ അടുത്ത 2 ദിവസം മുന്നേ ഞാൻ മറുപടി കൊടുത്തത്. അത് കാരണം ഓരോരുത്തരും പലരും ആരാണ് കാണുന്നത്, അവര് നമ്മൾ ആദ്യം ഫസ്റ്റ് വിമർശിച്ചിട്ടാ പിന്നെ അനുകൂലിക്കണത്. ആദ്യം വിമർശിക്കും, പിന്നെ നമ്മളെ സംസാരം എന്ത് രീതിയും കേട്ട് കഴിഞ്ഞാൽ അനുകൂലിച്ച് സംസാരിക്കുന്നവര് മാത്രം. അപ്പൊ ഇതൊക്കെയാണ് നൗഷാദിന് പറയാനുള്ളത്. നൗഷാദിന്റെ ഇങ്ങനെ ഈ സാഹചര്യത്തിലേക്ക് എത്തിച്ചത് ഇങ്ങനെ പാവപ്പെട്ടവരൊക്കെ സഹായിക്കണം. നല്ല മനസ്സാണ്, നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യാല്ലേ. അപ്പൊ എന്താ പറ്റുന്നത്, ഇതിനും കൂടുതൽ നമുക്ക് ജനങ്ങളെ നമ്മൾ സഹകരിക്കണം. ഇതിന് വലുത് നമ്മൾ ചെയ്യും. നമുക്ക് അതിനുള്ള ഇതില്ല, പാവപ്പെട്ടവനാണ്, അത് ഇത്രത്തോളം നമ്മൾ ചെയ്യുന്നില്ലേ. അതന്നെ വലിയൊരു ഇതല്ലേ, പടച്ചോന്റെ അടുത്ത് സഹായം കിട്ടുന്ന സംഭവമാണ്. പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ യാത്ര. എന്തായാലും നിങ്ങളെ മൊബൈൽ നമ്പർ ഇതിൽ കൊടുക്കാം. 87 14 91 21 22. അപ്പൊ ആര് വിളിച്ചാലും ഏത് സമയത്ത് നിങ്ങൾ പോകും? വിളിച്ചാലും എപ്പോ വിളിച്ചാലും വരും. അപ്പൊ കണ്ടതിൽ വലിയ ഉപകാരം. കാണാം.